കഴിഞ്ഞ ഏതാനും ആഴ്ചകളായിട്ട് ഈ ദൈവവചനം നമുക്ക് ധ്യാനിപ്പാൻ, ഈ വേദഭാഗം ചിന്തിപ്പാൻ ദൈവം നമുക്ക് ഇടയാക്കിയതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആദ്യമായിട്ട് ഇവിടെ കർത്താവ് എന്തല്ല പറയുന്നത് എന്ന് പറഞ്ഞിട്ട് എന്താണ് കർത്താവ് പറയുന്നതെന്ന് നമുക്ക് ചിന്തിക്കാം. Jesus is not saying that being peacemakers we become children of God. സമാധാനം ഉണ്ടാക്കുന്നവരാകുന്നതിലൂടെ നമ്മൾ ദൈവമക്കളാകും എന്നല്ല കർത്താവ് പറയുന്നത്. അതേറ്റവും പ്രാധാന്യതയോടെ നമ്മൾ മനസ്സിലാക്കണം. കഴിഞ്ഞ ആഴ്ചകളായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചിന്ത എന്നുള്ളത് സെർമൺ ഓൺ ദ മൗണ്ടും അതിൻ്റെ ഇൻട്രൊഡക്ഷനായിരിക്കുന്ന ബിയാറ്റിറ്റ്യൂഡ്സും ദൈവമക്കളായി തീരുവാൻ അല്ലെങ്കിൽ ഒരു ഡിസൈപ്പിളായി തീരുന്നത് എങ്ങനെ എന്നല്ല കർത്താവ് പഠിപ്പിക്കുന്നത്. ഈ വേദഭാഗങ്ങളെല്ലാം തന്നെ ദൈവമക്കൾ ആരാണ് എന്നെങ്ങനെ തിരിച്ചറിയാം എന്നുള്ള കാര്യങ്ങളാണ് കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നത്. ജീസസ് ഈസ് നോട്ട് സെയിങ് ഹിയർ ദാറ്റ് when you do these things you will become the children of God. He doesn't say that. Rather he gives us some telltale signs of a true disciple of Christ. അതുകൊണ്ട് തന്നെ ഈ വേദഭാഗങ്ങൾ നമ്മൾ ചിന്തിക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ സംഭവിക്കണം. ഒന്ന്, നമ്മൾ പ്രൊഫസി ചെയ്തിട്ടുണ്ട്, ഏറ്റുപറഞ്ഞിട്ടുണ്ടാകാം, വെള്ളത്തിൽ മുങ്ങിയിട്ടുണ്ടാകാം, ചർച്ച് രജിസ്റ്ററിൽ നമ്മുടെ പേരുണ്ടാകാം. പക്ഷെങ്കിൽ യഥാർത്ഥത്തിൽ നമ്മൾ വീണ്ടും ജനിച്ചവരാണോ എന്ന് അവരവർ ചിന്തിക്കണം. മറ്റാർക്കും അത് ആണോ അല്ലയോ എന്ന് പറയാൻ അധികാരമില്ല. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ തന്നെ പറയുന്നത്, കർത്താവ് തനിക്കുള്ളവരെ അറിയുന്നു. ഓൺലി ദ ലോർഡ് നോസ്. കർത്താവിന് മാത്രമേ അറിയത്തുള്ളൂ. അതുകൊണ്ടാണ് കൊരിന്ത്യർ ലേഖനമൊക്കെ എഴുതുമ്പോൾ ആ നിലയിലാണ്, അല്ലെങ്കിൽ ഏത് ലേഖനം എഴുതുമ്പോഴും ആ നിലയിലാണ് എഴുതുന്നത്. കാരണം ഒരു സഭയ്ക്ക് അഡ്രസ്സ് ചെയ്യുമ്പോൾ അവിടെ യേശു കർത്താവിൻ്റെ ഉപമയിൽ നമ്മൾ വായിക്കുന്നത് പോലെ തൽക്കാലം വിശ്വസിച്ചവരുണ്ടാകാം, മുള്ളിനിടയിൽ വീണവർ. അവരാ തൽക്കാലം വിശ്വസിച്ചവർ, അവരെ കണ്ടു കഴിഞ്ഞാൽ അവർ വിശ്വാസികളാണെന്ന് തന്നെ തോന്നും. കാരണം അവർ വചന സന്തോഷത്തോടെ അവർ കൈക്കൊണ്ടു എന്നാണ് നമ്മൾ വായിക്കുന്നത്. യേശു കർത്താവ് അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ താൽക്കാലികമായി വിശ്വസിച്ചിട്ട് അന്നെന്തോ ഒരോളം വന്നപ്പോൾ ഇതിനകത്ത് അങ്ങ് കയറിപ്പോയി, ഇനിയിപ്പോൾ എന്നാ ചെയ്യേണ്ടത്, അങ്ങനെ ഉണ്ടാകാം. പക്ഷെങ്കിൽ അതുകൊണ്ട് we need to make sure whether we are truly the disciples of Christ. അത് ദൈവവചനം നമ്മളെ വളരെ പ്രാധാന്യതയോടെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന കാര്യം, പക്ഷേ ദിസ് ഈസ് സച്ച് ആൻ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് that I shouldn't rush, because this is very important. John wrote his first gospel. Only one gospel is there, to be sure. യോഹന്നാൻ തൻ്റെ സുവിശേഷം എഴുതുമ്പോൾ അതിൻ്റെ അവസാന അധ്യായങ്ങളിൽ, വിശേഷിച്ച് 20, 30, 31 വാക്യങ്ങളിൽ യോഹന്നാൻ ആ പർപ്പസ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നുണ്ട്. ഞാനിത് നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നത് യേശു ആരാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുകയും അങ്ങനെ നിങ്ങൾ തിരിച്ചറിയുമ്പോൾ, എന്ന് പറഞ്ഞാൽ യേശു ദൈവമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ നിങ്ങൾ അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുകയും അങ്ങനെ വിശ്വസിച്ചിട്ട് നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടാകുവാനും ഞാനിത് നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു. അപ്പോൾ ഗോസ്പൽ എഴുതിയിരിക്കുന്നത് ഒരു ഗോസ്പൽ പ്രൊക്ലമേഷനാണ്. യേശു ആരാണ് എന്നാണ് യോഹന്നാൻ അവിടെ പഠിപ്പിക്കുന്നത്.
അതാ ഗോസ്പൽ. അല്ലാതെ നമ്മൾ ഇന്ന് കേൾക്കുന്ന ഒന്നും ഗോസ്പലല്ല. ഒന്നും, നൺ ഓഫ് ദം, അൺഫോർച്ചുനേറ്റ്ലി ദീസ് ഡേയ്സ്. പ്രിയപ്പെട്ടവരെ, read. You want to understand what gospel is? Read John's Gospel. യോഹന്നാന്റെ സുവിശേഷം വായിക്കുക. വളരെ കൃത്യമാണ്. Who is Jesus? And what will happen as a result of you entrusting your whole being to Him? He saves you completely. He saves you to the uttermost. That's what the epistle of Hebrews tell us. Okay. അപ്പോൾ സുവിശേഷം യോഹന്നാൻ എഴുതിയത് നിങ്ങൾ ദൈവപുത്രൻ്റെ നാമത്തിൽ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും, അല്ലെങ്കിൽ നിത്യജീവൻ ഉണ്ടാകേണ്ടതിനും. യോഹന്നാൻ്റെ ലേഖനം, 1-ാം ലേഖനം എഴുതുമ്പോൾ അതിൻ്റെ 5-ാം അധ്യായം 13-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, അങ്ങനെ വിശ്വസിച്ചവരാകുന്ന നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിന് ഞാനിത് നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു. അല്ലേ? If I remember correctly, that's the verse. 1 John chapter 5 and verse 13. 1 യോഹന്നാൻ 5:13. അപ്പോൾ അത് തന്നെയാണോ? ഓക്കെ, താങ്ക് യു. അപ്പോൾ ദൈവപുത്രൻ്റെ നാമത്തിൽ വിശ്വസിച്ചിട്ട്, അപ്പം വീണ്ടും ജനിക്കണമെങ്കിൽ ഏത് ഗോസ്പലാണ് വായിക്കേണ്ടത്? യോഹന്നാൻ്റെ സുവിശേഷം. അത് വീണ്ടും ജനിച്ചവരും വായിച്ചുകൊണ്ടിരിക്കണം. ഇനി വീണ്ടും ജനിച്ചോ ഇല്ലയോ എന്നൊരു ശങ്കയുണ്ടെങ്കിൽ വായിക്കേണ്ടത് 1 യോഹന്നാൻ 1-ാമത്തെ വാക്യം മുതൽ അങ്ങോട്ട് വായിക്കണം. അപ്പോൾ അവിടെ പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പാപത്തോടുള്ള നമ്മുടെ മനോഭാവം എന്താ? ദാറ്റ് ഈസ് ദ നമ്പർ 1 സൈൻ ഓഫ് എ ചൈൽഡ് ഓഫ് ഗോഡ്. ഹൗ ഡു ഐ ലുക്ക് അറ്റ് സിൻ? വെദർ ഐ ടോളറേറ്റ് സിൻ ഇൻ മൈ ലൈഫ്, or am I confessing it and getting rid of it and being cleansed in the precious, powerful blood of the Lamb? Am I doing that daily? Just as we sing, are you washed in the blood of the Lamb? Are you daily being cleansed? We need to ask ourselves. Okay. അതങ്ങനെ വായിച്ചു പോകുമ്പോൾ വീണ്ടും ജനിച്ചവരാണ് ആരാണ് എന്നുള്ള കൃത്യമാണ്. പാപത്തോടുള്ള ആറ്റിറ്റ്യൂഡ്, സഹോദരന്മാരോടുള്ള ആറ്റിറ്റ്യൂഡ്, പിന്നെ കഷ്ടമനുഭവിക്കുന്നവരോടുള്ള ആറ്റിറ്റ്യൂഡ് എല്ലാം അവിടെ ഉണ്ട്. വായിച്ചിട്ടില്ലേ? ഉണ്ട്. പിന്നെ ഇപ്പോഴത്തെ അവസ്ഥ എന്താ? വെദർ വി ട്രൂലി കണ്ടിന്യൂ ടു ബിലീവ്, അതോ ചുമ്മാ അത് പറയുകയാണോ? അതെല്ലാം ഉണ്ട്. എന്നിട്ട് അവസാനം കൊണ്ട് യോഹന്നാൻ പറയുക, ഇത് ഞാൻ എഴുതിയേക്കുന്നത് എന്തിനാണെന്നറിയാമോ കുഞ്ഞുങ്ങളെ? നിങ്ങൾ വിശ്വസിച്ചതെന്ന് ക്ലെയിം ചെയ്യുന്നവരല്ലേ? ജസ്റ്റ് റീഡ് ഇറ്റ് ആൻഡ് ലെറ്റ് ദാറ്റ് വേർഡ് ടെൽ യു ഹൂ യു റിയലി ആർ, വെദർ യു ആർ എ ഡിസൈപ്പിൾ ഓഫ് ക്രൈസ്റ്റ് ഓർ നോട്ട്. അപ്പോൾ മനസ്സിലായല്ലോ? ഓക്കെ. അപ്പോൾ യോഹന്നാൻ്റെ 1-ാം ലേഖനം വായിച്ചിട്ട് നമ്മളെ വിലയിരുത്തുക. ഒരു സംശയം ഉണ്ടെങ്കിൽ റീഡ് ജോൺസ് ഗോസ്പൽ അഗെയിൻ ആൻഡ് ആസ്ക് ദ ലോർഡ് ടു സേവ് യു. ഓക്കെ? ഇസ് ദാറ്റ് ക്ലിയർ? വൈ ഡു ഐ സേ ദിസ് എവറി ഡേ? Because I have only one object. There is no other object, no other agenda. വേറെ ഒരു അജണ്ടയുമില്ല, ഒരു ഒബ്ജക്റ്റുമില്ല. That everyone who sits here under the preaching of this unworthy servant should be there in eternity. That's my object. Okay? അപ്പോൾ എൻ്റെ ലക്ഷ്യം അതായതുകൊണ്ടാണ് ഞാനിത് നിങ്ങളോട് പറയുന്നത്. ഓക്കെ, ഞാനിന്ന് പെട്ടെന്ന് അവസാനിപ്പിക്കാം. ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്. ഈ വേദഭാഗം 2 സൺഡേയ്സിലാണ് നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ബിയാറ്റിറ്റ്യൂഡ്സ് ഡിസ്ക്രൈബ്സ് who a disciple of Christ is. Okay, അത് നമ്മൾ ആവർത്തിച്ച് പറഞ്ഞതാണ്.
എങ്കിലും അത് പറഞ്ഞതിൽ ഞാൻ അപ്പോളജറ്റിക് ആകുന്നില്ല. നമുക്ക് മുൻപോട്ട് ഈ വേദഭാഗം ചിന്തിപ്പാനായിട്ട് ഞാൻ താല്പര്യപ്പെടുകയാണ്. ഇവിടെ കർത്താവ് പറയുന്ന അടുത്ത ഒരു ലക്ഷണം, സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ. ഇല്ലേ? അവിടെ നമ്മൾ വായിക്കുന്നത് എന്താണ്? ബ്ലെസ്സഡ് ആർ ദ പീസ് മേക്കേഴ്സ്, ഫോർ ദേ ഷാൽ ബി കോൾഡ് ദ സൺസ് ഓഫ് ഗോഡ്. അപ്പോൾ ആരും സഹോദരിമാർ ചിന്തിക്കരുത് എന്തുവാ സൺസ് ഓഫ് ഗോഡ് എന്ന് പറയുന്നത്. അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. സൺസ് ഓഫ് ഗോഡ് എന്ന് തന്നെയാണ് പറഞ്ഞേക്കുന്നത്, പുത്രന്മാരെന്നാണ് പറഞ്ഞേക്കുന്നത്. പക്ഷേ ഐ വിൽ എക്സ്പ്ലെയിൻ ദാറ്റ് വൈ ഓൺലി സൺസ് ഓഫ് ഗോഡ്. അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. എന്നാൽ അതിനു മുൻപായിട്ട് അതിൻ്റെ മുകളിൽ പറഞ്ഞ വേദഭാഗം, ഇഫ് യു ലുക്ക് അറ്റ് ദാറ്റ്, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. So the sequence of thought is from purity of heart to peacemaking. അപ്പോൾ അവിടെ പറഞ്ഞു വന്നിരിക്കുന്ന വിഷയം, ഹൃദയശുദ്ധിയെക്കുറിച്ച് കർത്താവ് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ. ദാറ്റ് ഈസ് എ നാച്ചുറൽ പ്രോഗ്രഷൻ. അത് വളരെ എന്താ പറയുന്നത്, വളരെ നൈസർഗികമായിട്ടാണ് കർത്താവ് അത് പറയുന്നത്. എനിക്കറിയാം നൈസർഗികം എന്ന് പറഞ്ഞാലും മനസ്സിലാകില്ല. നാച്ചുറൽ എന്ന് പറഞ്ഞതിന് അവർക്ക് അതിൻ്റെ വായി വന്നത്, പിന്നെ മലയാളം അതിൻ്റെ കറക്റ്റ് കിട്ടുക എന്നേ പറയാം. ഓക്കെ, എന്നാൽ ഇത്രയും മനസ്സിലാകുക. കർത്താവ് ഇത് ഓരോന്ന് പറയുമ്പോൾ ഒന്നൊന്നിനോട് ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഹൃദയശുദ്ധിയെക്കുറിച്ച് പറഞ്ഞ് ഉടനെ പറയുകയാണ് സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ. അതിൻ്റെ കാരണം എന്താ? ഇറ്റ് ഈസ് ബിക്കോസ് the most frequent causes of conflict is intrigue, while openness and sincerity are essential to all true reconciliation. Okay? അതായത് യഥാർത്ഥ സമാധാനം ഉണ്ടാകുന്നത് എപ്പോഴാണെന്നറിയാമോ? വെൻ യു ആർ ഓപ്പൺ ആൻഡ് സിൻസിയർ. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ. അതെന്താണെന്ന് നമ്മൾ കണ്ടു. അത് കേവലം മോറൽ സാങ്ക്ടിറ്റിയെക്കുറിച്ച് മാത്രമല്ല കർത്താവ് പറഞ്ഞു. ഓഫ് കോഴ്സ് മോറൽ സാങ്ക്ടിറ്റി ഈസ് ദർ, അവിടെയുണ്ട്. എന്നാൽ അതല്ല പറയുന്നത്. സിംഗിൾനെസ് ഓഫ് ഐ. ദാവീദ് പറയുന്നത് പോലെ, ഞാൻ യഹോവയെ എപ്പോഴും എൻ്റെ മുൻപിൽ വെച്ചിരിക്കുന്നു, അവൻ എൻ്റെ വലതുഭാഗത്തുള്ളത് കൊണ്ട് എന്ന് പറഞ്ഞാൽ ഒരെയ്മേ ഉള്ളൂ. കർത്താവിനെ ഞാൻ എൻ്റെ മുമ്പിൽ വെച്ചേക്കുന്നത്, കർത്താവിനെയാണ് ഞാൻ കാണുന്നത്. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ആഴ്ച അത് ചിന്തിച്ചതാണ്, അതുകൊണ്ട് അങ്ങോട്ട് പോകുന്നില്ല. അപ്പോൾ ഈ വേദഭാഗം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ യേശു കർത്താവ് പറയുക, ഓരോ ദൈവ പൈതലും സമൂഹത്തിലും സഭയിലും സമാധാനമുണ്ടാക്കുന്നവരായിരിക്കണം. Every Christian, according to this beatitude, is meant to be a peacemaker in the community and in the church. So, what is the basic ingredient of peace? Where there is openness, where there is sincerity, there will be peace. മനസ്സിലാകാൻ വേണ്ടി ഒരു ഉദാഹരണം പറയാം. ഈ ഞങ്ങളുടെ കാര്യം അങ്ങ് പറഞ്ഞേക്കാം, അപ്പോൾ കുഴപ്പമില്ല. എനിക്കറിയാവുന്ന ഒരു പ്രസംഗകൻ, നിങ്ങൾക്കും ചിലപ്പോൾ അറിയായിരിക്കും, പക്ഷേ അതല്ല വിഷയം. അദ്ദേഹത്തെ ഞാൻ കാണുന്നത് മുതൽ ഒരുപോലെ ആയിരിക്കുന്ന, ഫോർ എവർ യങ്.
ഞാൻ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഞാൻ ചെറുപ്പം മുതൽ കാണുന്ന ഒരാളാണ്, ഇപ്പോഴും ഇദ്ദേഹം ഓൾ ഓഫ് എ സഡൻ ഒരു ദിവസം നോക്കിയുണ്ടേ പഞ്ഞി, ഹിമത്തെക്കാളും പഞ്ഞി പോലെ മുടിയോടെ അദ്ദേഹം നിൽക്കുന്നു. ഞാൻ അമ്പരന്ന് പോയി. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത്, അത് കളർ തേച്ച് പിടിപ്പിച്ചേക്കുമായിരുന്നു. അരിമടങ്ങില്ല, ആ കളർ തേച്ച് പിടിച്ച എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ പറഞ്ഞത്, കോസ്മെറ്റിക്സ് അതെങ്കിൽ പുറത്തെ നമ്മൾ അടിക്കുന്നതൊക്കെ വെള്ളം വീഴുമ്പോൾ അങ്ങ് പോവും. എന്നാൽ റിയൽ നിങ്ങളുടെ ചിലരുടെയൊക്കെ തല, അത് ഡൈ ആണെന്നോന്ന് എനിക്കറിയത്തില്ല, എങ്കിലും നല്ല കറാന്നിരിക്കുന്നു. അതങ്ങനെ കോൺസ്റ്റൻ്റായിട്ടിരിക്കും. അതിൻ്റെ കാര്യം എന്നാ, അത് നാച്ചുറലാണ്, അത് അകത്തുനിന്ന് വരുന്നതാണ്. മറ്റേതെന്തുവാ, പുറത്ത് തേച്ച് പിടിപ്പിക്കുന്നതാണ്. മനസ്സിലായോ? അപ്പം ഈ പുറത്ത് തേച്ച് പിടിപ്പിക്കുന്നതിൻ്റെ കുഴപ്പം എന്താ? അതിൻ്റെ കുഴപ്പം ഇച്ചിരി കഴിയുമ്പോൾ അത് എക്സ്പോസ് ആകാൻ തുടങ്ങും, ഇങ്ങനെ പൊങ്ങി വരും. മനസ്സിലായല്ലോ? മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞ. അപ്പോൾ അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. അവരുണ്ടാക്കുന്ന സമാധാനമുണ്ടല്ലോ, അത് റിയലാ. മറ്റേതേതാ? വെറും കോസ്മെറ്റിക്സാണ്. നമുക്ക് വേണമെങ്കിൽ വന്നാട്ടെ സഹോദര, ഇരുന്നാട്ടെ എന്നൊക്കെ പറയാൻ പറ്റും. പക്ഷെ ഉള്ളിൽ എന്നാ പറയുന്നേ, കയറി വന്നേക്കുക സമയം മെനക്കെടുത്താൻ. മനസ്സിലായോ? അവിടെ ട്രൂ പീസ് ഒന്നും ഉണ്ടാകുകയില്ല. സംവേർ അത് ചിലർ ഓക്കെ, ഞാനൊന്നും പറയുന്നില്ല, പോട്ടെ. അപ്പോൾ ട്രൂ പീസിൻ്റെ ആ ബേസിക് ഇൻഗ്രീഡിയൻ്റ് എന്താണെന്നറിയാമോ? ഓപ്പൺനെസ്. അപ്പോൾ ഓപ്പൺനെസ് ചിലർ ചിലപ്പോൾ അല്പം റഫായെന്ന് വരും, പക്ഷേ അത് റഫാകുന്നതും അത്ര നല്ലതല്ല. നമുക്ക് അല്പം എന്താ പറയുന്നത്, റഫാകുന്ന ഒട്ടും നല്ലതല്ല. കാരണം എന്നാൽ അതേസമയം തന്നെ നമ്മൾ ദൈവസന്നിധാനത്തിൽ അങ്ങ് സിൻസിയറാകാമെങ്കിൽ ഉണ്ടല്ലോ, കുറേ കഴിയുമ്പം നമ്മൾ ട്രൂലി നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ആ കാര്യം ഉണ്ടാകാൻ തുടങ്ങും. അപ്പോൾ ഹൃദയത്തിൽ നിന്നുണ്ടാകാൻ തുടങ്ങുമ്പോൾ ദർ വിൽ ബി പീസ്. അത് സഭയെ മാത്രമല്ല, കുടുംബത്തിലും അങ്ങനെ തന്നെയാണ്. ചില സഹോദരന്മാർ അന്നുണ്ട് ഇതിൻ്റെ സംഭവം ഉണ്ടല്ലോ, ആ നമ്പർ ലോകത്തിലാർക്കും അറിയത്തില്ല, ഭാര്യയ്ക്കും അറിയത്തില്ല, അക്കൗണ്ട് ഇൻഫർമേഷൻ അറിയത്തില്ല. അവിടെ ഒന്നും ട്രൂ പീസ് ഉണ്ടാകുകയല്ല കുടുംബത്തിൽ. ട്രൂ പീസ് ഉണ്ടാകുക, ലെറ്റ് ഇറ്റ് ബി ഓപ്പൺ. ഒന്നും രഹസ്യമില്ല. പ്രത്യേകിച്ച് നമ്മുടെ സ്പൗസുമായിട്ട് ഒരു രഹസ്യവും ഇല്ല, ഒരു മറയുമില്ല. അവിടെ ആ കുടുംബത്തിൽ സമാധാനം ഉണ്ടാകും തീർച്ചയായിട്ടും. അല്ലേ വെറും ഒരു ചുമ്മാതെ ഉപദേശികർ വരുമ്പോൾ അച്ചായോ എന്ന് വിളിക്കും. അപ്പോൾ അച്ഛൻ മോളെ എന്തുണ്ടെന്ന് ചോദിക്കും. ചുമ്മാ പടവാ. There is no true peace. But where there is openness and sincerity, there will be peace. മനസ്സിലാകുന്നുണ്ടോ? നമ്മുടെ കർത്താവ് പറഞ്ഞ വാക്കൊന്നും ചുമ്മാ പറഞ്ഞല്ലന്നേ. അപ്പോൾ രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഒന്ന്, ഈ വേദഭാഗങ്ങൾ നമ്മൾ ചിന്തിക്കുമ്പോൾ ഒന്നാമതായിട്ട് നമ്മൾ ആരാണെന്നുള്ളത് നമുക്ക് നമ്മെ തന്നെ വിലയിരുത്താം. രണ്ട്, ദൈവമൈതലാണെങ്കിൽ കൂടെ അയ്യോ ഞങ്ങൾ ഇതിനു മുമ്പേ ഇതൊന്നും കേട്ടിട്ടില്ലല്ലോ, കർത്താവേ താങ്ക് യു, എന്നിലത് നീ അധികമായിട്ടുണ്ടാക്കണമേ. കാരണം വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു. അതുകൊണ്ടാണ് ലേഖനങ്ങൾ 1, 2, 3, 4 എന്ന് പറഞ്ഞ് എഴുതിയത് സഭയ്ക്ക്. കാരണം ഒരു ശിശു ജനിച്ചാൽ ആ ശിശുവിനെ ട്രെയിൻ ചെയ്യുന്നത് പോലെയാണ്
ക്രിസ്തുവിൽ ശിശുക്കളായിരിക്കുന്നവരെ ട്രെയിൻ ചെയ്ത്, ഡിസിപ്ലിൻ ചെയ്ത് നിങ്ങൾ എങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് അവരോട് പറഞ്ഞു കൊടുക്കുവാനാണ് ലേഖനങ്ങൾ എഴുതി. അപ്പോൾ അത് കേൾക്കുമ്പോഴാണ് മനസ്സിലാകുന്നത്, അയ്യോ എൻ്റെ കർത്താവേ, ഞാൻ ഇതുപോലെ അല്ലല്ലോ, പ്ലീസ് ലോർഡ്. മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറയുന്നത്? മനസ്സിലാകുന്നുണ്ടല്ലോ? മനസ്സിലാകുന്നുണ്ട്. താങ്ക് യു. അപ്പോൾ ഈ വേദഭാഗം നമ്മൾ അല്പം ഒന്ന് ചിന്തിക്കാം. ഞാൻ പറഞ്ഞല്ലോ, അടുത്ത ആഴ്ച കൊണ്ടേ ഇത് ഫിനിഷ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ദിസ് ഈസ് സച്ച് എൻ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. എവറി ബിയാറ്റിറ്റ്യൂഡ് ഈസ് ലൈക്ക് ദാറ്റ്. And every word our Lord uttered is like that. നമ്മുടെ കർത്താവ് പറഞ്ഞ ഓരോ വാക്കും അതുപോലെ വളരെ ആഴമുള്ളതാണ്, എന്നാൽ വളരെ സിമ്പിളാണ്. കാരണം പരിശുദ്ധാത്മാവ് ആ വചനങ്ങളെ നമുക്ക് തെളിയിച്ചു തരും. ഓക്കെ, നമ്പർ 1, വാട്ട് ഡസ് the rest of the New Testament say about this peace? ഈ സമാധാനത്തെക്കുറിച്ച് ബാക്കിയുള്ള പുതിയ നിയമ തിരുവെഴുത്ത് എന്താണ് നമ്മെ പഠിപ്പിക്കുന്നത്? അത് പെട്ടെന്നൊന്ന് ഐ വിൽ റൺ ത്രൂ ദാറ്റ്. നെക്സ്റ്റ് വീക്ക് വി വിൽ കം ബാക്ക്. ഓക്കെ, ഒന്നാമതായിട്ട് 1 കൊരിന്ത്യർ 7:15 കൊലോസ്യർ 3:15 നമ്മൾ വായിച്ചാൽ, സമാധാനത്തിൽ ജീവിപ്പാൻ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു. അവർ കോൾ ഈസ് ടു പീസ്. കൊലോഷ്യൻസ് 3:15 ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ, അതിനല്ലോ നിങ്ങളെ ഏക ശരീരമായി വിളിക്കപ്പെട്ടിരിക്കുന്നത്. സോ Christian calling is to peace. ക്രിസ്തീയ വിളി നമ്മളെ വിളിച്ചേക്കുന്നത് സമാധാനത്തിന്. And therefore we are commanded, it is imperative that we are to actively pursue peace. അതുകൊണ്ട് തന്നെ നാം സമാധാനം അന്വേഷിച്ച് പിന്തുടരണം. 1 Peter 3:11, 1 പത്രോസ് 3:11. And not only we pursue peace because we are called to peace, we have been commanded to strive for peace with all men. നമ്മളോട് കൽപ്പിച്ചിരിക്കുന്നത് എബ്രായർ 12:14 എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിപ്പീൻ. അപ്പോൾ സമാധാനവും ശുദ്ധീകരണവും തമ്മിൽ വലിയ ബന്ധമുണ്ട്. ഓക്കെ, ഇപ്പം വിവരിക്കുന്നില്ല. റോമൻസ് 12:18 റോമാലേഖനം 12:18 കഴിയുമെങ്കിൽ നിങ്ങളാലാവോളം സകല മനുഷ്യരോടും. And so the word of God commands us, so far as it depends on us, we are to live peaceably with all. So ഈ വേദഭാഗം നമ്മൾ ചിന്തിക്കുമ്പോൾ യേശു കർത്താവ് പറയുക, സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിൻ്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. ദൈവത്തിൻ്റെ മക്കളെന്ന് വിളിക്കപ്പെടുമെന്ന് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ ആ വാക്ക് പുത്രന്മാർ എന്ന് തന്നെയാണ്. എന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാം. അതിൻ്റെ കാരണം, the God whom we serve is the God of peace. ജഹോവ ഷാലോം. നാം സേവിക്കുന്ന ദൈവം ആരാ? സമാധാനത്തിൻ്റെ ദൈവം. ദൈവം കലക്കത്തിൻ്റെ ദൈവം അല്ലെന്ന്. And this Shalom Yahweh sent his only begotten Son, who is the Prince of Peace. യാഹ്വേ സമാധാനമാകുന്നു
എന്ന് തിരുവഴുത്ത് വിശേഷിപ്പിക്കുന്ന ആ ദൈവം തൻ്റെ ഏകജാതനാകുന്ന പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചു. ആ പുത്രൻ്റെ പേര് സമാധാന പ്രഭു എന്ന. പുത്രൻ്റെ കാൽവറി മരണത്താൽ, ബിക്കോസ് ക്രൈസ്റ്റ് died on the cross, resurrected on the third day, ascended to heaven, and sitting at the right hand of the Father, Jesus said, "It is good for you that I'm going away, because when I'm gone, I will send you another comforter, and who will fill you, who will bear fruit in your life, and the fruit of the Spirit consists peace." അല്ലേ? അപ്പോൾ സമാധാനത്തിൻ്റെ ദൈവം സമാധാന പ്രഭുവിനെ ഈ ഭൂമിയിലോട്ട് അയച്ചു. ആ സമാധാന പ്രഭു ക്രൂശിൽ മരിച്ചു, അടക്കപ്പെട്ടു, മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു. അവിടുന്ന് ഇങ്ങനെ പറഞ്ഞു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് നല്ലതാണ്. കാരണം എന്താ? ഞാൻ പോയി കഴിഞ്ഞാൽ മറ്റൊരു കാര്യസ്ഥനെ ഇങ്ങോട്ട് അയക്കാൻ പോകുകയാണ്. ആ കാര്യസ്ഥൻ പരിശുദ്ധാത്മാവിൻ്റെ ഫലത്തിൻ്റെ ഒരു ഭാഗം സമാധാനമാണ്. സോ അവർ ഗോഡ് ഈസ് the God of peace. എങ്ങനെയാണ് അവിടുന്ന് സമാധാനം ഉണ്ടാക്കിയത്? It was a costly business for our Lord. It was so costly. It cost the Father so much. It cost the Son so much. കാരണം ഈ സമാധാനം ഉണ്ടാക്കാൻ പിതാവിന്, പുത്രന്, ത്രിയേക ദൈവത്തിന് വലിയ വില കൊടുക്കേണ്ടി വന്നു. അതിൻ്റെ കാര്യം എന്നാ? Colossians 1:20. അവനിൽ സർവ്വസമ്പൂർണതയും വസിപ്പാനും അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനം ഉണ്ടാക്കി, ഭൂമിയിലുള്ളതോ സ്വർഗ്ഗത്തിലുള്ളതോ സകലത്തെയും അവനെ കൊണ്ട് തന്നോട് നിരപ്പിപ്പാനും പിതാവിന് പ്രസാദം തോന്നി. നോക്കുക, എങ്ങനെയാ സമാധാനം ഉണ്ടാക്കിയത്? ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട്. Such a violent death on the cross. It cost him so much. അതിന് കാരണം എന്താ? നമ്മൾ ദൈവത്തോട് ശത്രുക്കളായിരുന്നു. ശത്രുക്കളായിരുന്ന നമുക്ക് ദൈവവുമായിട്ടുള്ള ജബ് സെ പ്യാര യേശു ആയ എന്നുള്ള ഗാനം, പുത്രനെ ഹേ പിതാ സേ മിലായ മേരാ ജീവൻ ബദൽ ഗയാ. ले पुत्रने हे पिता से मिलाया. ले പിതാവുമായിട്ട് ദൈവവുമായിട്ട് അകന്നിരുന്ന നമ്മെ എന്ത് ചെയ്തു? പിതാവിനോട് നിരപ്പിച്ച്. എങ്ങനെ? കോസ്മെറ്റിക് പീസ് അല്ല. നോ, റിയലി ഹി ലവ്ഡ് us. ഹൃദയത്തിൽ നിന്ന് ചങ്കിലെ ചോര തരാൻ വേണ്ടി. ആരോ പറഞ്ഞതുപോലെ ആ ക്രൂശ് കണ്ടോ? അത് സൂചിപ്പിക്കുന്നത് എന്താ? വിരിച്ച കൈകൾ. അതിൻ്റെ അർത്ഥം, ഐ ഹാവ് ഗിവൺ യു എവ്രിതിങ്, നത്തിങ് മോർ ഐ കുഡ് ഗിവ് യു. ഞാൻ എല്ലാം തന്നു, ഇനിയൊന്നും തരാനില്ല.
അപ്പോൾ സമാധാനം കർത്താവ് ഉണ്ടാക്കിയപ്പോൾ ഒന്നാമത് ദൈവത്തോട് നമുക്ക് സമാധാനം. അതുകൊണ്ടാണ് റോമാലേഖനം 5:1 കൃപയാൽ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട ശേഷം നമുക്ക് എന്തോ കിട്ടി? ദൈവത്തോട് സമാധാനമുണ്ട്. ദൈവത്തോട് സമാധാനമുണ്ട്. ഇനി ദൈവത്തോട് സമാധാനമുള്ളവർക്ക് മനുഷ്യരോട് സമാധാനമുണ്ട്. അതിൻ്റെ കാര്യം എന്നാ? എഫേസ്യർ 2:15 ഏറ്റവും വലിയ എനിമിറ്റി ആര് തമ്മിലാണെന്നറിയോ? പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാം ജാതികളാണ്. 2 കാറ്റഗറിയേ ഉള്ളൂ: യഹൂദൻ, ജാതി. യഹൂദനും ജാതിയും തമ്മിലുള്ള എനിമിറ്റി എന്താണെന്നറിയാമോ? യഹൂദൻ്റെ ചിന്തയനുസരിച്ച് നരകത്തിൻ്റെ വിറകുകൊള്ളികളാണ് ജാതികൾ. പിന്നെ ന്യായപ്രമാണത്തിൽ കമാൻഡ് ഉണ്ടായിരുന്നത് കൊണ്ടാണ് ജാതികൾക്കൊരു പ്രാകാരം ഉണ്ടാക്കി കൊടുത്തത്. അല്ലേ അതും ചെയ്യത്തില്ലായിരുന്നു. ജാതികളുടെ പ്രാകാരം എവിടാന്നറിയാമോ? വിശുദ്ധ മന്ദിരത്തെക്കുറിച്ചൊന്ന് ചിന്തിച്ചാൽ, ആ ഇന്നർ സർക്കിൾ കഴിഞ്ഞാൽ അതിപരിശുദ്ധ സ്ഥലം, വിശുദ്ധ സ്ഥലം, പ്രാകാരം. ആ പ്രാകാരം എന്നുള്ളത് പുരോഹിതന്മാരുടെ പ്രാകാരമാണ്. അത് കഴിഞ്ഞിട്ടാണ് ഇസ്രയേലിലെ പുരുഷന്മാരുടെ പ്രാകാരം. അതും കഴിഞ്ഞിട്ട് സ്ത്രീകളുടെ പ്രാകാരം. അത് കഴിഞ്ഞ് ഒരു മതിലാണ്, ഏകദേശം ഇത്രയും പൊക്കമുള്ള ഒരു മതിൽ. ആ മതിലിൽ എഴുതിയിരിക്കുന്നത് എന്താണെന്നറിയാമോ? റോമൻ ഭരണത്തിന് കീഴിലായപ്പോൾ റോമാക്കാർ തന്നെ എഴുതി, ഇതിൻ്റെ അപ്പുറം കടക്കപ്പെടുന്നവന് മരണം. ആ ഇൻസ്ക്രിപ്ഷൻസൊക്കെ പിന്നീട് കണ്ടെടുത്തിട്ടുണ്ട്. ഒരു മതിൽ. ഈ മതിലിനെ കുറിച്ചാണ് എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്നത് വേർപാടിൻ്റെ നടിച്ചുവരെന്ന് പറയുന്നത്. ഇല്ലാതിനൊരു കാര്യമല്ല, ഉണ്ടായിരുന്നതാണ്. ലിറ്ററലി ഉണ്ടായിരുന്നു ദൈവാലയത്തിൻ്റെ പുറത്ത്. അതും സ്ത്രീകളുടെ പ്രാകാരവും കഴിഞ്ഞിട്ട് ഒരു മതിൽ. അതുകൊണ്ടാണ് എഫേസ്യ ലേഖനത്തിൽ പറഞ്ഞു വരുമ്പം തനെന്താ പറയുന്നേ? അവൻ നമ്മുടെ സമാധാനം, അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി. അവൻ നമ്മുടെ സമാധാനം, അവൻ ഇരുപക്ഷത്തെയും. ഏതാ ഈ ഇരുപക്ഷം എന്നറിയാമോ? യഹൂദൻ, ജാതി. ഈ ഇരുപക്ഷത്തെയും ഒന്നാക്കി. എന്നിട്ട് ചട്ടങ്ങളും കൽപ്പനകളുമായ ന്യായപ്രമാണം എന്ന ശത്രുത്വം തന്റെ ജഡത്താൽ നീക്കി വേർപാടിന്റെ നടിച്ചുവർ ഇടിച്ചു. വേർപാടിന്റെ നടിച്ചുവർ. ഇത് എഫേസ്യർക്ക് ലേഖനം എഴുതുമ്പോൾ അന്നേരം അതുണ്ടായിരുന്നു അവിടെ. It was still existing in Jerusalem. But Paul says, just as the curtain in the temple was torn apart from top to bottom on the day of Christ's death, just as that happened on that day, the Lord destroyed the wall of division that separated, that divided. അപ്പോൾ ആ വേർപാടിനെ നടിച്ചുവരെ കർത്താവ് എന്ത് ചെയ്തു? ഇടിച്ചു തകർത്തു. Demolished. And what was the purpose of demolishing that wall? അടുത്ത വാക്യം. വേർപാടിന്റെ നടിച്ചുവർ ഇടിച്ചു കളഞ്ഞത് സമാധാനം ഉണ്ടാക്കിക്കൊണ്ട് ഇരുപക്ഷത്തെയും തന്നിൽ ഒരേ പുതു മനുഷ്യനാക്കി സൃഷ്ടിപ്പാനും. എങ്ങനെ ഇരുപക്ഷം? ഏത് പക്ഷക്കാരാ? ജാതികളും യഹൂദന്മാരും. ആ ഇരുപക്ഷത്തെയും
തന്നിൽ ഒരേ പുതു മനുഷ്യനാക്കി സൃഷ്ടിപ്പാനും. A new man. Whoever in Christ, be he a Jew or a Gentile, these two groups come together, being built up as a new man. അപ്പോൾ ദൈവത്തിൻ്റെ പർപ്പസ് എന്തായിരുന്നു? മറക്കരുതേ, ദൈവവുമായിട്ട് സമാധാനം, പിന്നെ മനുഷ്യർ തമ്മിൽ സമാധാനം. ഓക്കെ, ഒരു കാര്യം കൂടെ പറഞ്ഞാണെങ്കിൽ നിർത്താം. ഈ ബ്ലെസ്സിങ് എന്താണെന്നൂടെ പറഞ്ഞങ്ങ് നിർത്താം, അതിനേ ഉള്ളൂ സമയം. കർത്താവ് പറയുകയാണ്, സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ. ഓക്കെ, എന്നിട്ട് എന്താണ് ബ്ലെസ്സിങ്? For they shall be called the sons of God. Okay, 5:9, Matthew's Gospel 5:9. They shall be called the sons of God. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മക്കളെന്ന് പറയാമായിരുന്നു, പക്ഷെ കർത്താവ് പർപ്പസ്ലി സൺസ് എന്ന് പറഞ്ഞത്. അതിനൊരു കാരണമുണ്ട്. കർത്താവിന് പുത്രന്മാരോടൊരു ബയാസ് ഉണ്ടായിട്ടൊന്നുമല്ല കേട്ടോ സഹോദരിമാരെ, അല്ല. പിന്നെ അതിൻ്റെ അർത്ഥം എന്താണെന്ന് ഞാൻ പറയാം. ഇതോടെ പറഞ്ഞ് അവസാനിപ്പിക്കാം, ഡോണ്ട് വറി. യഹൂദ ചിന്തയിൽ, ശ്രദ്ധിച്ച് കേൾക്കണേ, യഹൂദ ചിന്തയിൽ പുത്രൻ എന്നതിന് ഈ നിലയിൽ ആ വാക്ക് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം സ്വഭാവത്തിൻ്റെ പങ്കാളി എന്നാണ് അർത്ഥം. ഞാൻ വിശദമാക്കാം. ഇൻ ജൂയിഷ് തോട്ട്, when son, the word son is used quite often, it bears the meaning of partaker of the character of. That is the meaning. പുത്രൻ എന്ന യഹൂദ ചിന്തയിൽ പല വേദഭാഗങ്ങളിലും പുത്രൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ: ക്യാരക്ടർ, ദ പാർട്ടേക്കർ ഓഫ് ദ ക്യാരക്ടർ. പുത്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വഭാവത്തിൻ്റെ പങ്കാളി എന്നാണ് അതർത്ഥം യഹൂദ ചിന്തയിൽ. ഓക്കെ, വേദപുസ്തകത്തിൽ ഉദാഹരണമുണ്ടോ? ഉണ്ട്. ജോൺ 17:12. അതിൻ്റെ ലാസ്റ്റ് പാട്ട് മാത്രം വായിച്ചാൽ മതി. അവരോട് കൂടെ ഇരുന്നപ്പോൾ ഞാൻ അവരെ നീ എനിക്ക് തന്നിരിക്കുന്ന നിന്റെ നാമത്തിൽ കാത്തുകൊണ്ടിരിക്കുന്നു. ഞാൻ അവരെ സൂക്ഷിച്ചു. തിരുവഴുത്തിന് നിവൃത്തി വരേണ്ടതിന് ആ നാശയോഗ്യനല്ലാതെ. നാശയോഗ്യൻ ഇംഗ്ലീഷിൽ എന്നാ പറഞ്ഞേക്കുന്നതെന്ന് അറിയാമോ? ഇംഗ്ലീഷിൽ എന്നാ പറഞ്ഞേക്കുന്നത്? സൺ ഓഫ് ഡിസ്ട്രക്ഷൻ, നാശത്തിൻ്റെ പുത്രൻ. അതിൻ്റെ അർത്ഥം എന്താ? യൂദായുടെ അപ്പൻ്റെ പേര് നാശമെന്നാണോ? അല്ല, ഇസ്കരിയോത്താവെന്ന. നാശമെന്നല്ല അദ്ദേഹം നല്ല മനുഷ്യനായിരിക്കാം, പക്ഷെങ്കിൽ ഇവൻ എങ്ങനായിപ്പോയി? നാശപുത്രനായിപ്പോയി. അപ്പോൾ കർത്താവിൻ്റെ സ്വഭാവം കണ്ടേച്ച് അവനെ വിളിക്കുകയാണ് സൺ ഓഫ് ഡിസ്ട്രക്ഷൻ. അവൻ്റെ അപ്പൻ്റെ പേരതായിട്ട് അതുകൊണ്ടല്ല, ബയോളജിക്കലി. പിന്നെന്താ? അവൻ നാശത്തിൻ്റെ പുത്രൻ. അവൻ്റെ സ്വഭാവം അതാ. ഇത് ഞങ്ങളുടെ നാട്ടിലും ഒക്കെ ഉണ്ട് അതിന് തത്തുല്യമാകുന്ന പ്രയോഗം. 4 കാലുള്ള ഒരു ജീവി ഉണ്ടല്ലോ, പേര് ഞാൻ പറയുന്നില്ല, ബൗബൗ എന്നാ പുള്ളി പറയുന്നേ. അപ്പോൾ എനിക്കത് പറയാൻ ഉള്ള മടിയുള്ളത് കൊണ്ടാണ്. അപ്പോൾ ചിലരെ വിളിക്കും ബൗബൗവിൻ്റെ മോനെ എന്ന് വിളിക്കും. അതിൻ്റെ അർത്ഥം എന്താ? അതിൻ്റെ അർത്ഥം ആരുടെ അപ്പനൊന്നും അങ്ങനെയുള്ളവരൊന്നുമല്ല, പക്ഷേ ഇവൻ്റെ സ്വഭാവം അതുപോലെ ആയിപ്പോയി. ബൈ ദ വേ,
നമുക്കെല്ലാവർക്കും ഇഷ്ടം, എനിക്കും ഭയങ്കര ഇഷ്ടമാണ് ഈ ജന്തുവിനെ. പക്ഷേ വേദപുസ്തകത്തിൽ ഒരിടത്തും ഇതിനെക്കുറിച്ച് നന്നായിട്ട് പറഞ്ഞിട്ടില്ല. പറഞ്ഞിടത്തെല്ലാം നെഗറ്റീവാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ആരും വളർത്തുന്നവർ വേണ്ടാന്നൊന്നും വെക്കല്ല, വളർത്തിക്കുക. എനിക്കും ഇഷ്ടമാണ്. എൻ്റെ ഭാര്യയെ സമ്മതിക്കാഞ്ഞിട്ട്, അല്ലായിരുന്നു എന്നേ ഞാൻ ഒരെണ്ണത്തിനെ വളർത്തിയനെ. ഓക്കെ, അങ്ങനെ വിളിക്കുന്നത് എന്തുകൊണ്ടാണ്? ആ സ്വഭാവം വെറും മോശമാണ്. ഓക്കെ, സോ പുത്രൻ എന്നുള്ളത് the emphasis on character than possession. That is why പുത്രൻ. അതുകൊണ്ട് സഹോദരിമാർ പിണങ്ങണ്ട, കർത്താവ് സ്ത്രീവിരോധിയൊന്നും അല്ലായിരുന്നു. ഇൻഫാക്റ്റ് കർത്താവിൻ്റെ ഒപ്പം കർത്താവിനെ ശുശ്രൂഷ ചെയ്തത്, ഫ്രം ദ ഹാർട്ട് ശുശ്രൂഷ ചെയ്തത് സ്ത്രീകളായിരുന്നു. ഓക്കെ, ശിഷ്യന്മാരെല്ലാം പേടിച്ചോടിയപ്പോഴും ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസം ഇരുട്ടുള്ളപ്പം, ഇന്ന് ബൈ ദ വേ ഇൻസിഡൻ്റലി മദേഴ്സ് ഡേ അല്ലേ, ഗോഡ് ബ്ലെസ് യു. ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ ഇരുട്ടുള്ളപ്പം തന്നെ അങ്ങോട്ട് ചെന്നത് ആരാ? ഒരു സ്ത്രീയാ. അപ്പം കർത്താവ് സ്ത്രീവിരോധിയൊന്നും അല്ലായിരുന്നു. വേദപുസ്തകവും സ്ത്രീവിരോധമല്ല പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ പുത്രൻ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം പിടികിട്ടിയോ? ഞങ്ങളുടെ നാട്ടിൽ മാത്രമല്ല, നിങ്ങളുടെ ഈ നാട്ടിലും ഇങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷേ ഞാൻ ആ വാക്ക് പറയുന്നില്ല. ഓക്കെ, അതിൻ്റെ കാര്യം എന്നാ? അതിൻ്റെ കാര്യം സ്വഭാവം അങ്ങനെ ആയതുകൊണ്ടാണ്. എന്നാൽ ഇവിടെ കർത്താവ് പറയുന്ന കാര്യം എന്നാ? നീ അപ്പൻ്റെ മോനാണോ? ആണെങ്കിൽ നിൻ്റെ ഉള്ളിലെ മനോഭാവം എന്നാ? നിൻ്റെ മനോഭാവം എപ്പോഴും പീസ്. അങ്ങനെ പീസ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളാരും ചിന്തിക്കരുത് കോസ്റ്റ് ഇല്ലാത്തതാ, അല്ലെങ്കിൽ പീസ് എന്ന് പറഞ്ഞാൽ അപ്പീസ്മെൻ്റ് ആണെന്നൊന്നും ചിന്തിക്കരുത്. അങ്ങനല്ല. എല്ലാവരെയും പ്രസാദിപ്പിക്കുന്നതാണോ പീസ്? അല്ല, അല്ല. അത് ഞാൻ വിശദമാക്കാം. അപ്പോൾ എല്ലാവരും അടുത്ത ആഴ്ച വരണം. ഓക്കെ, കാരണം ഇത് അടുത്ത ആഴ്ച ഇത് പറയാൻ ഞാൻ ആഗ്രഹിക്കുക. ഹൂ ഈസ് എ പീസ് മേക്കർ? അത് നമ്മൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. എന്നാൽ ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കാം. യേശു കർത്താവ് തുടർന്ന് പറയുന്നുണ്ട്, നിങ്ങൾ സ്വർഗത്തിലെ അപ്പച്ചൻ്റെ മക്കൾ ആകേണ്ടതിന് എന്നൊരു വാക്കൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അതിൻ്റെ അർത്ഥം അതല്ല. ആ പ്രയോഗം നൽകുന്ന മീനിങ് അല്ല അവിടെ. അത് കാരണം ഭാഷയിൽ അങ്ങനെ തരാൻ പറ്റുള്ളൂ. പക്ഷേ അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. ലോകക്കാർ നിങ്ങളെ നോക്കുമ്പം നിങ്ങളെക്കുറിച്ച് പറയണം, there goes a child of God. അന്നേരം ലോകക്കാരെന്നോ പറയും, സ്വർഗത്തിലെ അപ്പച്ചന് മഹത്വം കൊടുക്കും. മനസ്സിലായോ പ്രിയപ്പെട്ടവരെ? ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കാം. ഇന്ന് യൂത്ത് മീറ്റിംഗ് ഉള്ളതുകൊണ്ടാണ് ഞാൻ നേരത്തെ അവസാനിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, എന്താ ബ്ലെസ്സിങ്? എന്താ ബ്ലെസ്സിങ്? സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ. അവരുടെ ആ ഭാഗ്യം എന്താണ് ആ ഭാഗ്യം? somebody will say about you and me, a child of God. He is a child of God. He is a son of God. He is a daughter of God. She is a daughter of God. അല്ലേ? അവൻ ഒരു ദൈവപുത്രന്, അവൾ ഒരു ദൈവ മകളാ. that is the blessing. Having a badge on my collar that I indeed am a son of the Father. What blessing is there more than that? അതിനേക്കാൾ വലിയ അനുഗ്രഹം വല്ലതും ചിന്തിക്കാനുണ്ടോ? എനിക്ക് ചിന്തിച്ചിട്ട് അതേ ഉള്ളൂ. ലോകത്തിൽ വേറെ ഒരു അനുഗ്രഹവും ഞാൻ കാണുന്നില്ല. അതിനേക്കാൾ വലുതൊന്ന് ലോകത്തിലില്ല. ഉണ്ടെന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ യു ആർ മിസ്റ്റേക്കൺ.
അത്രേ എനിക്ക് പറയാനുള്ളൂ. കർത്താവ് ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് വില്ലിങ്, കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ അടുത്ത ആഴ്ചയിൽ നമുക്ക് ചിന്തിക്കാം. പക്ഷേ അതിനു മുമ്പേ കർത്താവ് വന്നാലോ, നാം നിത്യതയെ കാണണം. രക്ഷയുടെ ഉറപ്പുണ്ടോ? ഉറപ്പില്ലെങ്കിൽ യോഹന്നാൻ്റെ സുവിശേഷം വായിക്കുക ആദ്യം. 1 യോഹന്നാൻ വായിക്കുക. മേക്ക് ഷുവർ യു ആർ ഓൺ ദ വേ ടു ഇറ്റേണൽ ലൈഫ്. ഉറപ്പാക്കുക, നിത്യതയിലേക്കാണ് നമ്മൾ പോകുന്നത്. പിന്നെ നമ്മുടെ പീസ് മേക്കിങ്ങിൻ്റെ ഒരു പാർട്ട് എന്നാണെന്നറിയാമോ? ഒരു പാർട്ട് നമുക്ക് അടുത്ത ആഴ്ച അത് ചിന്തിക്കാം. ഒരു പാർട്ട് ദൈവവചനം പറയുന്ന ഹൗ ലവ്ലി ഓൺ ദ മൗണ്ടൻസ് ആർ ദ ഫീറ്റ് ഓഫ് ഹിം ഹു ബ്രിങ്സ് ഗുഡ് ന്യൂസ് ഹു പ്രൊക്ലെയിം സാൽവേഷൻ. പർവ്വതങ്ങളിൽ സമാധാനം സുവിശേഷിക്കുന്ന സമാധാനദൂതൻ്റെ കാൽ എത്ര മനോഹരം. Let us live worthy of the gospel. Let us witness to the gospel of the grace of God. സുവിശേഷത്തിന് യോഗ്യമാവണ്ണം ജീവിച്ച്, സുവിശേഷത്തിന് സാക്ഷ്യം വഹിച്ച് നല്ല ഒരന്തം പ്രാപിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. കൊയർ മെമ്പേഴ്സ് മുൻപോട്ട് വരുമ്പോൾ സഹോദരന്മാരിലൊരാൾക്ക് ചുരുക്കമായി പ്രാർത്ഥിച്ച് ഈ സന്ദേശം അവസാനിപ്പിക്കാം.